ഇൻഡോർ പ്ലാന്റിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കൻ വയലറ്റ് തന്നെയാണ് അല്ലേ. ഇതിൽ അടുക്കടുക്കായിട്ട് നല്ല തിക്കായിട്ട് നമുക്ക് പൂക്കൾ എപ്പോഴും കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, ഇതിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ ഇഷ്ടം പോലെ പൂമൊട്ടുകൾ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി ചെയ്തു കൊടുക്കേണ്ട വളങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഇതിൻ്റെ കുഞ്ഞ് ഇലകൾ നട്ടാൽ നമുക്ക് ഇതൊന്ന് ഒരുപാട് കുഞ്ഞ് ബേബി പ്ലാന്റുകൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ വീട് നിറച്ചു ഈ ഒരു പ്ലാന്റ് വെച്ച് നിറയ്ക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ മണി പ്ലാന്റ് പാഴാക്കി കളയുന്ന ചിരട്ടയിൽ മനോഹരമായിട്ട് പെട്ടെന്ന് ബുഷാം തിക്കുമായിട്ട് വളർത്താനുള്ള ടിപ്സ് ട്രിക്സ് പറഞ്ഞിരുന്നു. വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്ക്രീനിലും ഐക്കാർഡായിട്ടും ലിങ്ക് കൊടുക്കാം കേട്ടോ. മുന്നത്തെ വീഡിയോ ചെയ്ത സമയത്ത് ഇതെങ്ങനെയാണ് ഹാങ്ങിങ് ചെയ്ത് ഇട്ടിട്ടുള്ളതെന്ന് ഞാൻ പറയാൻ മറന്നു വരുന്നു. കണ്ടോ, അതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ആ ഒരു ചരടിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നൂലിൻ്റെ അടിഭാഗത്ത് വരുന്നതിൽ ഞാനിങ്ങനെ തൂക്കി ഇടുകയാണ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ തട്ടാക്കിയിട്ട് ഇങ്ങനെ കുറഞ്ഞ സ്ഥലപരിധിയിൽ നമുക്ക് കൂടുതൽ പ്ലാന്റുകൾ വളർത്താൻ പറ്റും കേട്ടോ. അപ്പം ആ ടിപ്സുകളൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാൻ മറന്നു പോരുത്. അവസാനമാകുമ്പോൾ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് പോകാനും മറന്നു പോരുത് കേട്ടോ. ഒരുപാട് മെഗാ കണ്ടൻറ്റുകൾ ഇൻഡോർ പ്ലാന്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് മറന്നു വരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രോ ടിപ്സിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് നന്നായിട്ട് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചാലാണ് നന്നായിട്ട് പൂക്കൾ തരുള്ളൂ. അതേപോലെ തന്നെ കൃത്യമായിട്ട് നമുക്കിതിൻ്റെ ഇലകൾ നട്ട് മുളപ്പിക്കാൻ പറ്റും. അപ്പോൾ പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഇലകൾ നട്ട് മുളപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇലകൾ കുറച്ചധികം നട്ട് വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടതിന് ശേഷം ഇതിൻ്റെ ഏത് ഇലകളാണ് നമുക്ക് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇത് നടേണ്ടതെന്നൊക്കെ പറയാം കേട്ടോ. കുഞ്ഞു ബേബി പ്ലാന്റുകൾ ഓരോ ഇലയുടെ അടിയിൽ നിന്ന് ഒന്നല്ല കേട്ടോ വരിക, ഒരുപാട് കുഞ്ഞു ബേബി പ്ലാന്റ് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ യെല്ലോ കളറായിട്ടുള്ള ഇലകളൊക്കെ ഇങ്ങനെ കുറച്ച് വയസ്സായതിലെ പ്രായം ചെന്ന ഇലകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഈ ഇലകൾ നടുന്നതിൻ്റെ ഒപ്പം അതൊന്ന് വെറുതെ വേണമെങ്കിൽ മണ്ണിൽ വെച്ച് നോക്കുക കേട്ടോ. ചിലപ്പോൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്നത് ഇതേപോലെ നല്ല മൂത്ത ഇലകൾ എടുക്കരുത്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇളയ ഇലകൾ എടുക്കരുത്. ഇതേപോലെ മഞ്ഞ കളറായതൊന്നും എടുക്കരുത്. ഇതിൻ്റെ ഇതേപോലെ പൊട്ടിയതോ ചിലപ്പോൾ എന്തെങ്കിലും പുഴുവൊക്കെ കടിച്ചതൊക്കെ ഉണ്ടാവും. നമുക്ക് ഒരു ഇളം മൂപ്പായത്, നല്ല മൂപ്പായതല്ല, അതേപോലെ തന്നെ ഇളയ ഇലകളല്ല, ഏകദേശം ഒരു ഇളം മൂപ്പായ തണ്ടൊക്കെ നന്നായിട്ട് മൂപ്പായ അതിൻ്റെ കട്ടിങ്സ് എടുക്കാം. നമുക്ക് ഒരു 1/2 ഇഞ്ച് അതിൻ്റെ ആ തണ്ട് ഇല്ലെങ്കിൽ തണ്ട് നിർത്തിക്കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്യൂഡോമോണസ് നമുക്ക് 1/2 സ്പൂണ്, 1/2 ലിറ്റർ കഞ്ഞിവെള്ളം, 1/2 ലിറ്റർ പച്ചവെള്ളം ഇത് ചേർത്ത് 1 ലിറ്ററാക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൽ നമുക്ക് കുറച്ചേരം ഈ ഒരു ഇലയൊന്ന് 1 മണിക്കൂർ ഇട്ട് വെക്കുകയോ അല്ലെങ്കിൽ മുക്കി എടുക്കുകയോ ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലൊരു പോട്ട് മിക്സ് തയ്യാറാക്കുക. നമുക്ക് ചകിരിച്ചോറ് നമുക്ക് എടുക്കാവുന്നതാണ്. പകുതി ഭാഗത്തേക്ക് ടോപ്പ് സോയിൽ എടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ മണലെടുക്കുക, മണ്ണൊഴിവാക്കി മണലെടുക്കുന്നതാണ് കുറച്ചുകൂടി റിസൾട്ട്. അതിനുശേഷം നമുക്കിതിൽ ആ ഒരു ഇലയുടെ ഒരു കുറച്ച് ഭാഗവും ആ ഒരു നമ്മൾ 1/2 ഇഞ്ചോളം നിർത്തിയിട്ടുള്ള തണ്ടും മണ്ണിൻ്റെ അടിഭാഗത്തേക്കാക്കുക. അതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഇതേപോലെ നമുക്കൊന്ന് മണ്ണിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ആ ഒരു മണ്ണ്. അതിനുശേഷം കുറച്ചധികം ദിവസം നമ്മൾ വെക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം ദിവസം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ ടോപ്പ് സോയിലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു 1-1.5 മാസം കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞു ബേബി പ്ലാന്റുകൾ കിട്ടും. ഇങ്ങനെ നമുക്ക് വീട് നിറച്ചും ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ ഒരുപാട് കളർ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ കളറുകളൊക്കെ നിങ്ങൾ മേടിക്കുക കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് പൂക്കളും നല്ല പച്ചപ്പും ഒരുപാട് ബ്രാഞ്ചും വരാനായിട്ട് 19-19-19 രാസവളം കേട്ടോ. ഒരു 10 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 1 സ്പൂൺ എന്നുള്ള രീതിയിൽ നന്നായിട്ട് ലയിപ്പിച്ചെടുക്കുക. നമുക്കിതിൻ്റെ ഇലയിൽ ലേശം കുടഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ചുവട്ടിൽ ലേശം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 20 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോഴോ മാത്രം ചെയ്താൽ മതി. എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ ഇലകളൊക്കെ നട്ട് നമുക്ക് ഒരുപാട് നമ്മൾ വീട് നിറച്ചും നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ അഭിഷേകമാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ല മെഗാ കണ്ടൻറ്റുകൾക്കായിട്ട് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തോന്ന് ഉറപ്പ് വരുത്താൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് കൂടിയും തരാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. പോകുന്ന പോക്കിൽ വീഡിയോ ഷെയർ കൂടിയും ചെയ്തേക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. നല്ലൊരു വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് കാണാം. ബൈ.